ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വാക്യം ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 1, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: നോട്ട് മെനി ഓഫ് യു ഷുഡ് ബിക്കം ടീച്ചേഴ്സ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫോർ യു നോ ദാറ്റ് വി ഹു ടീച്ച് വിൽ ബി ജഡ്ജ്ഡ് വിത്ത് ഗ്രേറ്റർ സ്ട്രിക്ട്നെസ്. എൻ്റെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, നാം അധികം ശിക്ഷാവിധിക്ക് അർഹരാകും എന്നറിഞ്ഞ് നിങ്ങളിൽ വളരെ പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. യാക്കോബ് ശ്ലീഹ മറ്റുള്ള ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ വേദം ഉപദേശിക്കുന്നതിൽ. നമുക്കങ്ങനെയാണ് ഇത് കേൾക്കുന്നവരുടെ ആദ്യമേ തോന്നുന്നത്. അപ്പോൾ യാക്കോബ് ശ്ലീഹ, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ, യേശുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ ഒരു വിശ്വാസവും ഇല്ലാതിരുന്നയാൾ, യേശുവിനെ കളിയാക്കി നടന്നിരുന്നയാൾ. പക്ഷെങ്കിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്ത് യാക്കോബ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വലിയ വിശ്വാസിയാകുകയും യെരൂശലേമിൻ്റെ 1-ാമത്തെ പ്രധാന ആചാര്യനുമായിരുന്നു യാക്കോബ് ശ്ലീഹ. അപ്പോൾ യാക്കോബ് ശ്ലീഹായുടെ എഴുതിയ തക്സയാണ് സിറിയൻ ലിറ്റർജിയിലെ ആദ്യത്തെ കുർബാന തക്സ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ യാക്കോബ് ശ്ലീഹയാണ്, ഇത്രയും വിശ്വാസിയായ യാക്കോബ് ശ്ലീഹ മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഉപദേശിമാരാകരുത്. കാര്യം നമുക്കെല്ലാവർക്കും ആദ്യമേ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നും ഇതൊരു നിരുത്സാഹപ്പെടുത്തലാണല്ലോ എന്ന്. കാര്യം നമ്മളുടെ ഒരു ചിന്തയും വിചാരവും വെച്ച് സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ദൈവം ഫേവറബിളായിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ്, ഇച്ചിരി ആനുകൂല്യം തരണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേങ്കിൽ യാക്കോബ് ശ്ലീഹായുടെ ആ കടുത്ത വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, വിശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ നമ്മൾ അതിനകത്ത് ബോധ്യമുണ്ടായി നല്ല വിശ്വാസത്തോടു കൂടി വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. തലയിൽ തോന്നുന്നത് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ആളിന് അവിശ്വാസമായിരിക്കും പിന്നീട് തൽഫലമായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മറ്റുള്ളവർക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നവരെ ഈ അർത്ഥ മനോഭാവത്തോടെയും അർത്ഥബുദ്ധിയോടെയും അർത്ഥ കൺവിക്ഷനോടുകൂടിയും സംസാരിക്കരുത്. പൂർണ്ണ ബോധ്യത്തോടുകൂടി വേണം സംസാരിക്കാൻ. കാര്യം ന്യായവിധി സമയത്ത് നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടും യേശു നമ്മുടെ അടുക്കെ പരിഗണിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പരിഗണിക്കുന്നവരെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫേവറബിളായിട്ടെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് മറിച്ച് സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു യഥാർത്ഥ കൺവിക്ഷൻ കിട്ടുവാൻ, മറ്റുള്ളവർക്ക് യഥാർത്ഥ ബോധ്യത്തോടു കൂടി സംസാരിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തന്നെ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നടക്കുകയില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ്, അതിൽ കൂടെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. വിശ്വാസം കർണത്താൽ, അതായത് ത്രൂ ഹിയറിങ് ആണ് നമുക്ക് ഫെയ്ത്ത് വരുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെയൊക്കെ ഈ വിശ്വാസം പറഞ്ഞു തരണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം നമുക്ക് കേൾക്കാൻ ഇടയാകണം. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെയും പോയി സുവിശേഷം അറിയിക്കുക. ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്തില്ല എങ്കിൽ ഒരു മനുഷ്യന് ആ ഒരു സൗഭാഗ്യം ലഭിക്കുന്നില്ല, ആ കൃപ ലഭിക്കുന്നില്ല എങ്കിൽ ആ കേൾക്കുന്ന ആളിന് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളെടുക്കെ ഒരു ദൗത്യമായിട്ട് നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്, ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക. അപ്പം നമുക്കെല്ലാവർക്കും, എന്നെ ഈ കേൾക്കുന്ന ആളിൻ്റെ അടുക്കൽ ഞാനിപ്പോൾ സുവിശേഷം പറയുകയാണ്. അപ്പം ഈ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം സുവിശേഷം നമ്മൾ ആദ്യമേ കേൾക്കും. ആ കേൾക്കുന്നതാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നീട് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. അത് നമ്മളെ പല രീതിയിലും ദൈവത്തിനെ അന്വേഷിക്കുവാനായിട്ട് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുകയാണ് നമ്മൾ വേദപുസ്തകം വായിക്കുന്നതും. നമുക്ക് ആക്സസിബിളായിട്ടുള്ള ലിറ്റർജി ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ പല പാട്ടുകളും സുവിശേഷ ഗാനങ്ങളും സിയോൻ ഗീതങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളെ ചിലപ്പോൾ ഹുക്ക് ചെയ്ത് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ള വിശ്വാസികൾ, നമ്മുടെ ചുറ്റിനുമുള്ള വിശ്വാസ സമൂഹം, അവർ നല്ല വിറ്റ്നസിങ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കുകളുമായിരിക്കും ചിലപ്പോൾ നമ്മളെ ആകർഷിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ദൈവം പല സാഹചര്യങ്ങൾ പല ആൾക്കാരിൽ
ിലൂടെ ദൈവത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. ആ സമയത്ത് നമുക്ക് വേദപുസ്തകം വായിക്കുവാനും കൂടുതൽ ദൈവത്തെ അറിയുവാനുമായിട്ടുള്ള ഒരു ത്വരയുണ്ടാവും. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു തിയോളജി ഡിഗ്രി തന്നെ ജോയിൻ ചെയ്ത് അത് കോഴ്സ് പാസ്സാകാൻ തന്നെ ഞാൻ ശ്രമിച്ചു. അത് ഓസ്ട്രേലിയ വന്നതിന് ശേഷം ഞാൻ ഒരു കാത്തലിക് യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് അങ്ങനെ ആ ഒരു ഡിഗ്രി കരസ്ഥമാക്കി. കാര്യം എനിക്ക് ഇത് വ്യക്തമായിട്ടും ഇതെന്താണെന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സമ്പൂർണ്ണ പഠനം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അത് പക്ഷെങ്കിൽ ഒരു ബേസിക്കായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ കോഴ്സിന് പോയി പല ആൾക്കാരും നിരീശ്വരവാദികളായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ തന്നെ കോഴ്സ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ എൻ്റെ അടുക്ക് പറഞ്ഞത്, മനോജ് കോഴ്സ് ചെയ്യുന്ന കൊള്ളാം, പക്ഷെങ്കിൽ നിരീശ്വരവാദിയായി പോകല്ലോ, ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ല് എന്ന് നല്ല ബുദ്ധിയോടുകൂടി തന്നെ എൻ്റെ അടുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളുടെ ആ ബൗദ്ധിക തലത്തിൽ നമ്മൾ ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ നല്ല ഒരു ബോധ്യം വന്നതിന് ശേഷം ആണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ സൺഡേ സ്കൂൾ തന്നെ എന്തിനാണ് ഈ പള്ളികളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഓരോ ക്ലാസ് തലത്തിൽ ഇതിങ്ങനെ ക്രമമായിട്ട് ചിട്ടയായിട്ടും പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? നിർഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ കാര്യം, വീട്ടിൽ ഇത് പഠിപ്പിക്കാനായിട്ടുള്ള സൗകര്യമില്ല. അത് വീട്ടിൽ മുതിർന്നവർ പകർന്നു നൽകേണ്ട ഈ വിശ്വാസം ആ ഉദ്ദേശശുദ്ധിയോടെ നടക്കാത്തതുകൊണ്ടാണ് അത് പള്ളികൾ അത് ഏറ്റെടുത്ത് അതൊരു കോഴ്സ് പോലെ ഇയർ 1, ഇയർ 2, ഇയർ 3 എന്ന് പറഞ്ഞ് 10ാം ക്ലാസ് വരെ കൊണ്ടുപോകുന്നത്. അത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം മാതാപിതാക്കളായിരിക്കണം, അല്ലെ തലതൊട്ട അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം ഈ വിശ്വാസം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തായിരുന്നാലും ഇതൊക്കെ നമ്മളുടെ നോളജിനെ, അറിവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു തലത്തിൽ അത് നിന്ന് പോവുകയാണെങ്കിൽ അത് എന്നേക്കും അവിടെ നിന്ന് പോവും. നമ്മൾ ദൈവത്തെ അവസരത്തിന് മാത്രം, ഓരോ ഉപകാരത്തിന് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അടുക്ക പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്ന നോയമ്പും കാര്യങ്ങളും എല്ലാം ദൈവത്തെ പ്ലീസ് ചെയ്യാനായിട്ടും ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുവാനുമായിട്ടും മാത്രം ഒതുങ്ങും. അങ്ങനെ ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നവരണേ, രോഗം വരികയോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുന്നവരണേ, അവർ പറയും ദൈവം എന്നെ പരിഗണിക്കുന്നില്ല, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ല, കണ്ണടച്ചിരിക്കുകയാണ്, ദൈവത്തിന് എന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവരാ ഒരു നിരീശ്വരവാദം, ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വരില്ലായിരുന്നു, ആ ഒരു ചിന്തയിലേക്ക് പോകുന്നത് ഈ ദൈവത്തിനെ പറ്റിയുള്ള അറിവ് ഭൗതിക തലത്തിൽ മാത്രം ഒതുക്കുന്ന ആൾക്കാരാണ്. ഞാൻ പലരെയും കണ്ടിട്ടുള്ളത്, അവർ ഞായറാഴ്ച പള്ളിക്ക് ശേഷം അവർ പറയുന്നത്, ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കോൺസെപ്റ്റ് അല്ലേ, അത് ഉണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല, ദൈവം അവിടെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് ഒരു തുച്ഛീകരിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇത് പറഞ്ഞ് കേട്ട് അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർക്കും ആ ഒരു ലെവലിലുള്ള ചിന്തകളുമേ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സൗകര്യത്തിന് ദൈവത്തെ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ രണ്ടാമത്തെ തലത്തിലേക്ക് കടന്ന ആൾക്കാർ, അതായത് ദൈവത്തെ രുചിച്ച് അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ ഒരിക്കലും ദൈവത്തെ തള്ളി പറയില്ല. കാര്യം അവർക്കറിയാം ദൈവം എന്ത് ചെയ്താലും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അതിപ്പം തൽക്കാലത്തേക്ക് നമുക്കൊരിച്ചിരി വേദന അനുഭവിച്ചാലും, തൽക്കാലത്തേക്ക് നമ്മളൊരിച്ചിരി ഞെരുങ്ങി ജീവിച്ചാലും, അൾട്ടിമേറ്റായിട്ടും എന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാനായിട്ടുള്ള ആ വലിയൊരു രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം ആളിനുണ്ടാവും. അപ്പോൾ ഈ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. കാര്യം ആ ആളിനറിയാം ഇതിൽ കൂടി പുറത്ത് കടക്കുന്നവരെ ദൈവത്തെ ഇതിലും നന്നായിട്ട്, നേരത്തെ അറിഞ്ഞതിനേക്കാളും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അനുഭവമാണ് രണ്ടാമത് വേണ്ടത്, ഗോഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ നോളജ് വേണം, രണ്ടാമത് ഗോഡ് എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്. അപ്പോൾ ഈ രണ്ടും കൂടെ ഉള്ളവർക്കാണ് കൺവിക്ഷൻ. പലപ്പോഴും ദൈവത്തെ അനുഭവിച്ച ആൾക്കാർ അത്ഭുതകരമായിട്ട് അവരെ ദൈവം രക്ഷപ്പെടുത്തി, ദൈവത്തിൻ്റെ മഹിമ, ഗ്ലോറി
മനസ്സിലാക്കിച്ച് കൊടുത്ത ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോൾ ചിലപ്പോൾ പറയും ഇത് കിറുക്കനാണെന്ന് പറയും. യേശു ക്രിസ്തുവിനെ വരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് ലുണാറ്റിക് അല്ലെങ്കിൽ കിറുക്കൻ ആണെന്നാണ് പറഞ്ഞിരുന്നത്. കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമൊന്നുമല്ല ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പം നമ്മൾക്കും അതുതന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകാതെ വരുന്ന പറഞ്ഞ് നമ്മളെയും കിറുക്കനാണെന്നും ഈ ലോകത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, സ്വപ്നജീവിയാണെന്നും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് വേറെ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നവരുടെ ഉള്ള അനുഭവമാണ്, അനുഭവങ്ങൾ, ഈ ലോകത്തുള്ള തിക്താനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിയോളജിക്കൽ സെൻസിലുള്ളതായിരിക്കും. നമ്മൾ നല്ലൊരു ഉപദേഷ്ടാവും. അല്ല എങ്കിൽ നമ്മൾ ഒരു തട്ടിക്കൂട്ട് ഉപദേഷ്ടാവായിരിക്കും. പലപ്പോഴും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടാതെ ഇരിക്കുന്ന പറഞ്ഞാൽ ഒരാളെ പെട്ടെന്ന് വലിച്ച് ഇരിക്കാൻ പറയും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേദം പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ അതിൻ്റേതായ പോരായ്മകളുണ്ട്. ഞാനിതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തിയോളജി പഠിച്ചപ്പോൾ പല ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെയുള്ള പല ഡിനോമിനേഷൻ, അപ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളൊക്കെ കമ്പയർ ചെയ്യും. അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സഭകളെയും നമ്മുടെ സഭകളെയും പറ്റി കൂടുതൽ നന്നായിട്ട് ആഴത്തിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നൈസീൻ ക്രീഡ് എന്ന് നമ്മൾ പറയും, നിഖ്യ വിശ്വാസ പ്രമാണം. നിഖ്യ വിശ്വാസ പ്രമാണം നമ്മൾ വിചാരിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ചൊല്ലുന്ന നൈസീൻ ക്രീഡും നമ്മുടെ ആംഗ്ലിക്കൻ സഭയുടെ നൈസീൻ ക്രീഡും നിങ്ങൾ രണ്ടും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് രണ്ടും വെക്കുക. വെച്ചതിന് ശേഷം നമ്മളത് ഒരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ, ഞാൻ അവസാന സമയത്ത് എൻ്റെ മക്കളുമായിട്ടിരുന്ന് താരതമ്യ പഠനം നടത്തിയപ്പോൾ കുറഞ്ഞത് ഒരു 5 ഭാഗത്തെങ്കിലും വ്യത്യാസമുണ്ട്. ഒരു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനോടുകൂടെ ഇരിക്കുന്ന ആളായിട്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. പക്ഷെങ്കിൽ ആംഗ്ലിക്കൻ സഭ വിശ്വസിക്കുന്നത് പിതാവിലും പുത്രനിൽ നിന്നും രണ്ടുപേരിൽ നിന്നും ഒരുമിച്ച് ഉള്ള ഈ 2 പേരിൽ നിന്നും പുറപ്പെടുന്ന ആയിട്ടാണ് പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഒരു ഹൈറാർക്കി ഉണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ഹൈറാർക്കി ഉണ്ട്. പക്ഷേ ആംഗ്ലിക്കൻ സഭയിൽ അതില്ല. അത് ഒരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പല ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും പല ഡിനോമിനേഷനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നോ അതിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അടിയുറച്ച് അതിൽ മുന്നോട്ട് ചലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. അപ്പോൾ ഒരു ഉപദേഷ്ടാവിൻ്റെ റോൾ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യമേ പഠിക്കണം. നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ദൈവമേ, നീ എന്നിലേക്ക് ഇറങ്ങി വരണമേ, ഈ മുന്നേ ഇരിക്കുന്ന വേദഭാഗം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുവാൻ, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് എന്നെ ഉപകരിക്കണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വേദപാഠവും ദൈവം എങ്ങനെയാണോ നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കി ലഭിക്കും. അതിന് നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ലെവൽ വരെ നിങ്ങൾ ഈ അറിവൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു റോളിൻ്റെ ഭാഗമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ദൈവം ചെയ്തോളും. പരിശുദ്ധാത്മാവിൽ കൂടി ദൈവം തന്നെ അത് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലിരുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നിൻ്റെ വേദങ്ങളിൽ കൂടെയും മറ്റുള്ള മനുഷ്യരിൽ കൂടെയും നീ എനിക്ക് അവസരങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, നിന്നെ രുചിച്ചറിയുവാൻ ഒരു പേഴ്സണൽ എൻകൗണ്ടർ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുവാനായിട്ട് അതിൽ കൂടിയാണ് നമുക്ക് ആ കൺവിക്ഷൻ കിട്ടുന്നത്. ആ കൺവിക്ഷൻ കിട്ടുവാനായിട്ട് ഓരോ സാഹചര്യങ്ങൾ നീ എനിക്ക് ഒരുക്കി തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഈ തീമിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഞാൻ അടുത്തതും ഉദ്ദേശിക്കുന്നത്. അടുത്തത്, യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിധിക്കുന്നവരെ
അല്പമായിട്ട് ലഭിച്ചവരെ ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നൽകപ്പെട്ട ആൾക്കാരെ കൂടുതൽ സ്ട്രിക്റ്റായിട്ട് ജഡ്ജ് ചെയ്യും. ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്കിൽ കൂടെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.